പല പുതിയ വലയും പൊട്ടിച്ച മീൻ ചില പഴയ വലയിൽ പെടുമെന്ന് മുക്കൂരുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഓരോ കേസ് വരുമ്പോഴും ഹൂ കേസ് എന്ന് ചോദിച്ച് ലാഘവ ബുദ്ധിയോടുകൂടി പോകുമ്പോഴും അതിന്റെ പരിണിത ഫലങ്ങളെ പറ്റി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒളിവ് സങ്കേതങ്ങൾ തേടിപ്പോയിക്കൊണ്ടിരുന്നത്. കേരള പോലീസിനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വട്ടം കറക്കിയിട്ടുള്ള മേൽപ്പിടിയാൽ പക്ഷെ ഇക്കുറി പെട്ടു. കേരള പോലീസ് കണക്കുകൂട്ടി പിടുത്തിയെന്ന് പറയുന്നതാണ് ശരി. ചില കേസുകളിലെ സത്യം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കണം. കാരണം സത്യം എന്താണെന്ന് നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. മാങ്കൂട്ടത്തിന്റെ മടിയിൽ കനമുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നത് അയാളുടെ കൂടെയുള്ള ഇഷ്ടതോഴന്മാർ തന്നെയാണ്. പക്ഷെ ഏറെ കിഴക്കോട്ട് പോയാൽ പനി പിടിക്കുമെന്ന് പണ്ട് കുടിയേറ്റക്കാരുടെ കാരണവന്മാർ പറഞ്ഞു കൊടുത്തത് അത് തന്നെയാണ് ഇവിടെയും പറയുവാനുള്ളത്. എന്ത് അഹങ്കാരത്തിന്റെയും വിവരക്കേടിന്റെയും പുറത്താണ് തോന്നിയാസങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കാണിച്ചു കൂട്ടിയത്. ഒന്നാം പാനിപ്പട്ടി യുദ്ധം, രണ്ടാം പാനിപ്പട്ടി യുദ്ധം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരേ ആളുടെ പേരിൽ തന്നെ ഒന്നാം ബലാത്സംഗ കേസ്, രണ്ടാം ബലാത്സംഗ കേസ് പോരാഞ്ഞിട്ട് മൂന്നാം ബലാത്സംഗ കേസ് കൂടി വന്നിരിക്കുന്നു. ഇനി എത്രണ്ണം വരാനിരിക്കുന്നു. ചില സിനിമയിൽ ബാലകേ നായരും ജോസ് കെ പ്രകാശും ഒക്കെ ഒന്നേ ചെയ്യും, ഒന്നിൽ കൂടുതൽ കണ്ടിട്ടില്ല ഒരു സിനിമയിലും. ഇതിൽ ഏറ്റവും കൗതുകകരമായി കേട്ട ഒരു മൊഴി, ഷെഡ്ഡി വാങ്ങാൻ ഇയാൾ 10,000 രൂപ പെൺകുട്ടിയിൽ നിന്നും വാങ്ങിയെന്നാണ്. തെളിവ് സഹിതം ബില്ല് സഹിതം ആ പെൺകുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. 10,000 രൂപ മുടക്കി ഷെഡ്ഡി മേടിച്ചാൽ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു മാങ്കൂട്ടത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പെൺകുട്ടികൾക്കും ഇപ്പോഴത്തെ ഈ പരാതിക്കാരിയുടെ ചെലവിൽ ഓരോ ഷെഡ്ഡി സമ്മാനം കൊടുത്തു കാണും. എന്നാലും ബാക്കി കാണും. ഏതായാലും വളരെ കൃത്യതയോടെയും അച്ചടക്കത്തോടെയും അതീവ രഹസ്യമായി പോലീസ് അതങ്ങ് നടത്തി. കേരള പോലീസ് എന്ന മുൻപന്തിയിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി അത് തെളിയിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്താൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കണമെന്ന് നിർബന്ധിച്ചത് മാങ്കൂട്ടം തന്നെയാണ്. ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാൻ സാധിക്കില്ലെങ്കിൽ ഗർഭം അലസിപ്പിച്ച് കളയണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ മുഖത്ത് അടിക്കുകയും തുപ്പുകയൊക്കെ ചെയ്തുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പണ്ടൊരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ എന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് വരെ മാങ്കൂട്ടം ആ പെൺകുട്ടിയോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ DNA ടെസ്റ്റ് നടത്താമെന്നായി പെൺകുട്ടി. അതിന് അയാൾ തയ്യാറാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അലസിപ്പിച്ച ഗർഭത്തിൽ നിന്നും ഭ്രൂണം എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് കാത്തിരുന്നു. ഇതുകൊണ്ടാണ് സിസ്റ്റർ മേരി ബെരീഞ്ഞ എഴുതിയിട്ടുള്ളത്, തരുണീമണികളെ പോലുള്ളഴിഞ്ഞുള്ള രാഗം പുരുഷന്മാരിൽ കാണുകയില്ലൊരിക്കലും. ചതികൾ ഈ മട്ടിൽ പുരുഷന്മാർ തുടർന്നാൽ സതികൾ അവർ ശപിക്കും, ലോകമെല്ലാം നശിക്കും. ശപിക്കാനും ലോകത്തെ നശിപ്പിക്കാനും കാത്തു നിൽക്കാൻ സമയവും അതിനുള്ള താല്പര്യവും ഇല്ലാത്തതിനാൽ ഝാൻസി റാണിയെ പോലെ മുന്നിട്ടിറങ്ങി പടവെട്ടി അവസാനിപ്പിക്കാമെന്നാണ് ആ പെൺകുട്ടി തീരുമാനമെടുത്തത്. ആ പെൺകുട്ടിയിൽ നിന്ന് ലക്ഷങ്ങളാണ് പല കാരണങ്ങൾ പറഞ്ഞ് തട്ടിയെടുത്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ലണ്ടനിൽ പോകുവാനുള്ള യാത്രാ ചെലവ് മുഴുവൻ ഈ പെൺകുട്ടിയാണ് വഹിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ സ്നേഹസമ്പന്നയായ ഒരു പെൺകുട്ടിയെ സ്നേഹത്തിന്റെ പേരിൽ വഹിക്കുവാൻ ശ്രമിച്ചതാണ് മാങ്കൂട്ടത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒരു കാമവെറിയൻ എന്നതിനേക്കാൾ അതിക്രൂരനായ കുറ്റവാളി എന്ന നിലയിലേക്ക് ഇയാൾ വളർന്നു. അങ്ങനെയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്നത്. ഏതായാലും ഒരു സത്യം പറയാതെ പോകുന്നത് ശരിയല്ല. കാണുന്ന പുഷ്പങ്ങളിൽ നിന്നല്ല തേന്നുതിരുന്ന പണ്ട് ഏതെങ്കിലും ഒരു പുഷ്പത്തിലിരുന്ന് ഉറങ്ങിപ്പോകുമെന്നത് ലോകനീതിയാണ്. ആ വിവരം കുമാരനാശാൻ വീണപൂവിൽ കൃത്യമായി വിവരിച്ചിട്ടുമുണ്ട്. ന്യായീകരണ തൊഴിലാളികൾ എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും ഇയാൾ കേരള നിയമസഭാ അംഗങ്ങൾക്ക് മാത്രമല്ല നിയമസഭയ്ക്കും കൂടി അപമാനമാണ്. അവിടെ കൊണ്ട് തീർന്നുവെന്ന് കരുതരുത്. സാംസ്കാരിക കേരളത്തിന് മൊത്തത്തിൽ അപമാനമാണ്.